പിന്നെ അടുത്ത് ഈ തൊപ്പിനെ പോലുള്ള വേറെ സ്ട്രീമാണ് ആരിപ്പോ മറ്റേ സായി പോപ്പി പറയുന്ന ഒരാൾ. സായി പോപ്പി എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തൊപ്പി പറഞ്ഞ പോലെ തന്നെ സായി പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താണ് പറയാ, ഇപ്പൊ തൊപ്പി കയറി പൊട്ടത്തരവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ സായി പോപ്പി കയറി പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിച്ചിട്ട് വെറും തെറി വിളി ഇങ്ങനെ പച്ചക്ക്. സായി പോപ്പി എന്ന് പറയുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും മനസ്സിൽ വരുന്ന പറഞ്ഞാൽ പിന്നെ കുറെ തെറി പറഞ്ഞ കുറെ ഓഡിയോസ് ആവും ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. പലരും BGM കയറ്റിയിട്ട് ആലോചിച്ചോണ്ട് തെറി ഇങ്ങനെ വിളിക്കുന്നത് BGM കയറ്റിയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പോസ്റ്റ് ചെയ്ത് നിൽക്കുക. ഈ കുട്ടികൾ കാണുമ്പോൾ അതാണ് മെയിനായിട്ട് വിഷയം. ഇതൊക്കെ കുട്ടികളാകുമ്പോൾ കുട്ടികളെന്താ ചെയ്യും, തെറി പറയണ ഭയങ്കര വലിയ എന്താണ് വലിയ എന്തോ സംഭവമാണ്, തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാസമാണ്, ആ രീതിയിലാണ് കുട്ടികൾ തന്നെ നോക്കി കാണുന്നത്. അത് വലിയൊരു കുട്ടികൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു മാതൃകയല്ല. കാരണം ഒരു ഗെയിമിങ് അല്ലേ, എത്രയൊക്കെ ഇതായാലും കുട്ടികൾ കണ്ടിരിക്കും ഗെയിമിങ്. ഇങ്ങനെ പോയാലും കാരണം ഇപ്പൊ ചെറിയ കുട്ടികളൊരു ഫ്രീ ഫയർ, പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നവരാണ്. നമ്മളെക്കാളും പ്രോ പ്ലേയേഴ്സ് ആവും അവര്. അപ്പൊ ആ രീതിയിൽ പോയി എങ്ങനെ പോയാലും ഇവര് വീഡിയോസ് എങ്ങനെ പോയാലും കണ്ടിരിക്കും. പക്ഷെ വീഡിയോസ് കാണാനല്ലേ ഇവർ ഇതൊരു സായി പോപ്പി വലിയൊരു പ്ലെയർ ആ രീതിയിലല്ല. ഗെയിം കളിച്ചിട്ട് ഇപ്പോൾ ഫേമസ് ആയ പല ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ കാസ്ട്രോനെ പോലത്തെ അല്ലെങ്കിൽ സ്കില്ല് കൊണ്ട് ഫേമസ് ആയ പല ആൾക്കാരുണ്ട്. അവരെ സ്കില്ലോ അങ്ങനെ ഗെയിമറാണ്, വലിയ വലിയ ടീമുകളുണ്ട്, വലിയ വലിയ ഇവന്റുകൾ കളിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഫേമസ് ആയ പല ആൾക്കാരുണ്ട്. അവരായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഈ രീതിയിൽ പൊട്ടത്തരം കാണിച്ചിട്ട് തെറിയും വിളിച്ചിട്ട് ഫേമസ് ആകുന്ന ആൾക്കാരായിട്ട് ഞാൻ ഒരു രീതിയിൽ നമ്മളൊരു രീതിയിൽ അംഗീകരിക്കണില്ല, അവരൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണില്ല. കാരണം അവര് എന്താ തരുന്നു, കാരണം ബാക്കിയുള്ളവർ കാണുമ്പോൾ അവരെ രീതിയിലോട്ടായി പോകും. കാരണം അവരുടെ വിചാരം ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ പോലെ ഈ തെറി വിളിക്കുന്നത് വലിയ മാസാണ്. കാരണം എവിടെ നോക്കിയാലും ഒച്ചത്തി അങ്ങ് തെറി വിളിക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളാണ്. അതെ.